ഈ സ്മാർട്ട് ഗാഡ്ജറ്റ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ പണ്ടുണ്ടായിരുന്ന വലിയൊരു വെർഷനിൽ നിന്ന് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ മാറുന്ന രീതിയിലേക്ക് സ്മാർട്ട് ഗാഡ്ജറ്റ്സുകൾ വന്നു. ഇനിയിപ്പം സ്മാർട്ട് വിയറബിൾസിൻ്റെ ഒരു കാലമാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്മാർട്ട് വിയറബിൾസ് എന്ന് പറയുമ്പോഴത്തേനും ഇന്ന് ഒരുപാട് കമ്പനികൾ, അതായത് മെറ്റ, ആപ്പിൾ, ഇവരൊക്കെ സ്മാർട്ട് വിയറബിൾസിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ആപ്പിൾ വിഷൻ പ്രോ അല്ലാന്നുണ്ടെങ്കിൽ മെറ്റ ക്വസ്റ്റ്, ഇതൊക്കെ സ്മാർട്ട് വിയറബിൾസിൻ്റെ തുടക്കകാലത്തിൽ അവർ കൊണ്ടുവന്ന കുറേ പരീക്ഷണങ്ങളായിരുന്നു. പിന്നെ സ്മാർട്ട് വാച്ചസ്, ഇതിനെല്ലാം ഇന്റർ കണക്ട് ചെയ്തുകൊണ്ടൊരു എന്താ പറയുക, ഒരു ബണ്ടിൽ പോലെ ഇതിനെയൊക്കെ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ടൊരു ഒരു ഡാറ്റ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നൊരു കാലത്ത് നിന്ന് ഇന്ന് ഒരു എന്താ പറയുക, ഒരു വിയറബിൾ കണ്ണാടി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കോൾ ചെയ്യാനും ഇങ്ങനെ ഒരു രീതിയിലേക്ക് ലാസ്റ്റ് ഇയർ മെറ്റയുടെ തന്നെ ഒരു വിയറബിൾ റേബാനുമായിട്ട് ചേർന്ന ഒരു വിയറബിൾ ഗ്ലാസ് ഇറങ്ങിയപ്പോൾ നമുക്കത് കാണാൻ സാധിച്ചു. ഇന്ന് ഇതിനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു വിയറബിൾസിനെ ഇന്നിപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ സ്ക്രീനിനെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനും കൂടെ അതിലേക്ക് നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയും കൂടെ ഈ റീസെൻ്റ്ലി മെറ്റ റിലീസ് ചെയ്യേണ്ടായി. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഈ സ്മാർട്ട് വിയറബിൾസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സുകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൾ വിഷൻ പ്രോ അല്ലെങ്കിൽ മെറ്റ ക്വസ്റ്റ് പോലുള്ള VR ഹെഡ്സെറ്റുകൾ, ഇത് വെച്ച് ഇത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ പഠനം തൊട്ട് നമുക്ക് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ആൾക്കാരുമായിട്ട്, അതായത് മറ്റു പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പഠനത്തിന് പണ്ടൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പഠിക്കുകയായിരുന്നു ചെയ്തത്. അതിൽ കാണിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഇമേജസ് കണ്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വന്നപ്പോഴത്തേനും അതിൽ വലിയൊരു മാറ്റം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കണ്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. അതായത് നമുക്കിപ്പം ഒരു മൂൺ എക്സ്പ്ലോറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു ഫോറസ്റ്റിൽ പോയിട്ട് ഒരു ഫോറസ്റ്റ് എക്സ്പ്ലോറേഷനെ കുറിച്ചോ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഈ വീഡിയോസ് കണ്ട് പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആൾക്കാർ വന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഇമേജ് ബേസ്ഡ് സ്റ്റഡിയിലേക്ക് കുറച്ചും കൂടെ ആൾക്കാരെ മുമ്പോട്ട് നയിച്ചു. അപ്പം കൂടുതൽ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്മാർട്ട് ഹെഡ്സെറ്റുകൾ, അതെന്ന് പറയുകയാണെങ്കിൽ മെറ്റാക്വസ്റ്റോ അല്ലെങ്കിൽ ആപ്പിൾ വിഷൻ പ്രോയോ പോലുള്ള നമുക്ക് തലയിൽ വെക്കാവുന്ന ഒരു ഹെഡ്സെറ്റ് പോലത്തുള്ള ഒരു സാധനം. അതിൽ തന്നെ കുറേ ലെൻസസും കാര്യങ്ങളും കുറേ ക്യാമറാസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 360 വ്യൂ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റോക്കറ്റിൽ കയറി നമ്മൾ സ്പേസിൽ പോയി അവിടെ ഇറങ്ങി നമുക്ക് ഈ റോക്കറ്റിൽ ട്രാവൽ ചെയ്യുന്ന പോലെ ഒരു ഫീൽ കൊണ്ടുവരാനും ആ സ്പേസിൽ ഇറങ്ങിയിട്ട് അവിടെ ആസ്ട്രോണറ്റ്സ് എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരിപ്പം വാട്ടറിൻ്റെ എന്തെങ്കിലും ഒരു വെള്ളം, ചിലപ്പം ചന്ദ്രനിലെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, 360 വീഡിയോ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെ കമ്പോണൻസ് ആണ്, അവരെങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കാണുന്ന രീതിയിൽ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ 360 വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ലേണിങ്ങിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ അഡോപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ഒക്കെ ഇപ്പം ഇങ്ങനെയുള്ള ഹെഡ്സെറ്റ്സിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, നമുക്ക് എന്റർടൈൻമെന്റ് പർപ്പസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ VR ഗെയിംസ്, അത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് VR ഗെയിംസ്. നമുക്കൊരു വിർച്വൽ റിയാലിറ്റി ഗെയിംസ് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും നടന്ന് നമുക്ക് നമ്മുടെ ചുറ്റിനും ആ ഒബ്ജക്റ്റുകൾ വരികയും നമുക്ക് അത് വെച്ച് ഗെയിം കളിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ എന്റർടൈൻമെന്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ കൊളാബറേഷൻ, നമുക്ക് വേറൊരു രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരിയ്ക്കുന്ന സ്പേസിൽ പോകാം, അവരുമായിട്ട് ഫേസ് ടു ഫേസ് മീറ്റിംഗ് ചെയ്യാം. നമ്മുടെ ഒരു അവതാറിനെ വെച്ചിട്ട് ആ അവതാർ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവരുടെ ഒരു അവതാറുമായിട്ട് ടേബിൾ സ്പേസിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കോൺഫറൻസിങ് സിസ്റ്റം വരെ നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു പോഡ്കാസ്റ്റ് ഞാൻ കണ്ടു. ലെക്സ് ഫ്രീഡ്മാനും നമ്മുടെ മാർക്ക് സുക്കർബർഗും ഈ മെറ്റാ ക്വസ്റ്റ് വെച്ചിട്ട് അവർ രണ്ടുപേരും രണ്ട് എൻഡിലിരുന്നുമുണ്ട്. ഒരാള് US കാലിഫോർണിയയിലും ഒരാള് ലോകത്തെ വേറെ
ഏതൊരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഇവർ തമ്മിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്തു. ഈ പോഡ്കാസ്റ്റിൽ ആക്ച്വലി ഇവർ രണ്ടുപേരും 2 പ്ലേസിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവരുടെ അവതാർസ് ആണ് അതിൽ സംസാരിക്കുന്നത്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. അപ്പൊ ഇപ്പം ഈ AR അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നുള്ളൊരു ഫോമിൽ നിന്ന് VR വരുമ്പോഴത്തേനും ഇത് ഒരുപാട് ചേഞ്ചസ്, ഇപ്പം ഈ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഒരുപാട് ചേഞ്ചസ് ചെയ്തത്, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരുപാട് കണ്ടന്റ്സ് നമുക്കിപ്പോൾ അതിനകത്ത് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും ഇങ്ങനെ കോൺഫറൻസിങ് ആണെങ്കിൽ ഇങ്ങനെ അവതാർസിനെ വെച്ച് കോൺഫറൻസ് ചെയ്യാനും. ഇപ്പം റീസെന്റ് ചില വിർച്വൽ റിയാലിറ്റി സ്പേസുകൾ, അതായത് നമുക്ക് വിർച്വൽ റിയാലിറ്റിയിൽ ലാൻഡ് മേടിക്കാനുള്ള ഒരു ഓപ്ഷനുകൾ ഇപ്പോൾ ഡെവലപ്പായി വരുന്നുണ്ട്. ഇങ്ങനെ ഫ്യൂച്ചറിൽ ഈ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ വിപ്ലവമായി മാറുമെന്നല്ല, ഇപ്പം വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്റ്റഡിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ എക്സിബിഷൻസിനൊക്കെ പോകുമ്പോൾ ഈ VR ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അവിടെ വരുന്ന ആൾക്കാർക്ക് കാണാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ആൾക്കാർക്കും ഇപ്പോൾ ഒരു ഹാൻഡ്ഫുൾ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളുകളിലുമൊക്കെ ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റിലേക്ക് നമ്മുടെ ഒരു സ്റ്റഡി അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു രീതി കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്നു തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ വിയറബിൾ ടെക്നോളജീസിൽ ഇപ്പൊ റീസെന്റ് റേബാനുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ മെറ്റ ഒരു വിയറബിൾ ഗ്ലാസ് ഇറക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് വെർഷനിൽ വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എന്താ പറയുക, ഇതിൽ ക്യാമറാസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ഓൺ ദ വേയിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴോ ഈ ഡിസ്കഷൻസ് മുഴുവൻ നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കോൾസ് ചെയ്യാനും, പല ഗസ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാനോ ഒക്കെ ഇത് സാധിക്കുമായിരുന്നു. പക്ഷെ ഇതിൽ വിഷ്വൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ ആദ്യത്തെ ആ ഒരു വേർഷനിൽ അവർക്ക് സാധിച്ചില്ല. പക്ഷെ ഇതിൻ്റെ ഒരു സെക്കൻഡ് വെർഷൻ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരൊരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ പോലുള്ളൊരു കോൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഫോൺ, അതായത് ആക്ച്വലി ഫോണിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയല്ല, ഫോൺ നമുക്ക് മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഫോണിനെ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല ഗസ്റ്റേഴ്സ് വഴി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം ഇത് പറയുമ്പോഴത്തേനും ചിലപ്പം ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഈ ഗസ്റ്റേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഗസ്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, ഫോൺ യൂസ് ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെയുള്ള വിയറബിൾ ഗാഡ്ജറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇന്നത്തെ സ്മാർട്ട് വാച്ച് പോലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാനും നമ്മുടെ ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ നമുക്ക് അനലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്ലീപ്പ് ആണെങ്കിലും സ്ലീപ്പ് മോണിറ്ററിങ്ങും എല്ലാം നമുക്ക് സ്മാർട്ട് വാച്ച് വഴി അനലൈസ് ചെയ്യാം. ഇതിനെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഹെൽത്തിനെയും കാര്യങ്ങളെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും എല്ലാം ഇപ്പം ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനൊക്കെ ഒരു ആക്ച്വൽ രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഇന്ന് ജീവിക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ പ്രശ്നം വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജീസ് എല്ലാം ഇതിൻ്റെ ഒരു അതിപ്രസരം വന്നു കഴിയുമ്പോഴത്തേനും ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പോഷർ നമ്മുടെ കുട്ടികളിലേക്കും കൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടെക്കിലേക്ക് ഓവറായിട്ടുള്ള എക്സ്പോഷേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും കോവിഡിനെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷമാണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം ഇത്രയും കൂടിയതെന്നുള്ളത്. പക്ഷെ നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൂടുതൽ കൊടുത്തു തുടങ്ങിയത്. അല്ലെങ്കിൽ സ്കൂൾസിൽ ആ സ്ക്രീൻ ടൈം ഈവൻ നമ്മൾ കുട്ടികൾ വീട്ടിൽ കാർട്ടൂൺ കാണുന്ന കൂടാതെ സ്കൂളിൽ പോയിട്ട് വീണ്ടും അവിടെയും സ്ക്രീൻ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഈ സ്ക്രീൻ ടൈമിന്റെ എമൗണ്ട് കൂടി. അപ്പൊ അതെങ്ങനെ ഒരു സ്ട്രാറ്റജിക്കലി മാനേജ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊരു ക്രൈസിസ് മാനേജ്മെന്റും ഇതിന്റെ ഒപ്പം തന്നെ നടക്കണം. പക്ഷേ ഈ ടെക്നോളജീസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനും സാധിക്കില്ലാത്തൊരു അവസ്ഥയും കൂടെ വരുന്നുണ്ട്. സോ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് ഒരു ക്രൈസിസ് മാനേജ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ടെക്നോളജീസ് യൂസ് ചെയ്യാം, പക്ഷെ എങ്ങനെ മനോഹരമായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ റോബോട്ടിക്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ മേഖലകളിലും ഇന്ന് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ വേറൊരാൾ ഇത് ചെയ്യും.
അപ്പം നമ്മുടെ സ്റ്റുഡൻസിനെ ഇപ്പം തന്നെ അതിനെ കേപ്പബിൾ ആക്കി വളർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ VR ഒന്നും കൊടുക്കാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് നമ്മുടെ ഇപ്പം എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പം അതിനെങ്ങനെ സ്ട്രാറ്റജിക്കലി മാനേജ് ചെയ്യണമെന്ന് നോക്കുക. പിന്നെ റോബോട്ടിക്സിൽ നല്ല ഹാൻഡ്ഫുൾ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന സ്കൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പഴയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രം ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു 10 വർഷം കഴിയുമ്പോൾ പൂട്ടി പോകും. നിങ്ങൾ പഠിപ്പിച്ച പിള്ളേരും ഏകദേശം വഴിയാധാരമാവും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പം അതൊക്കെ ഇപ്പം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക. സ്കൂൾസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതിനുള്ള അതിന് കേപ്പബിൾ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ മുമ്പോട്ട് കൊണ്ടുവരിക. അപ്പൊ ഈ റോബോട്ടിക്സ് ആണെങ്കിലും റോബോട്ടിക്സ് നമുക്കിപ്പോൾ STEM റോബോട്ടിക്സ് അങ്ങനെ കുട്ടികൾക്ക് DIY ആയിട്ടുള്ള റോബോട്ടിക്സിന്റെ ക്ലാസ്സസ് ഒക്കെ പല സ്കൂളുകളും കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. അവിടെ നിങ്ങൾ സ്കൂൾസിന്റെ എന്താ പറയുക, ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് സേവ് ചെയ്യാം, നിങ്ങൾ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആവും. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സ്കൂളുകളും ഇത് ഡിനൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ബഡ്ജറ്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റീസൺ ആണ് അവർ മിക്കവാറും പറയാറ്. ഇങ്ങനെ ഒരു റോബോട്ടിക്സിന്റെ എക്സിബിഷനോ അല്ലെങ്കിൽ റോബോട്ടിക്സിന്റെ ലേണിംഗ് ഒരു സെന്റർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി. പക്ഷെ അതൊരു സമൂഹത്തെ തന്നെ ഒരു 10 വർഷത്തേക്ക് പിന്നിലോട്ട് അടിക്കുന്ന ഒരു രീതിയാണ് അങ്ങനെയുള്ള സ്കൂൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് മാക്സിമം കിട്ടാവുന്ന എക്സ്പോഷേഴ്സിനെ തടഞ്ഞു വെക്കാണ്ട് അതെങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്ന് സ്കൂളുകൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അടുത്തൊരു വളർന്നു വരുന്ന ഒരു ജനറേഷൻ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജനറേഷനെ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കേപ്പബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ടെക് ആൻഡ് ബിസിനസ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഇൻസൈറ്റുകൾ നമ്മൾ മലയാളത്തിൽ തന്നെ തരുന്നതായിരിക്കും. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ താഴെ കമൻറ്റുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൂടുതൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം അതനുസരിച്ചിട്ട് ഇത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും.